ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ ഇതുകൂടാതെ ഞാൻ പവിത്രത്തിന്റെ വിശേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്നേഹക്കൂടും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. പവിത്ര നല്ല അടിപൊളി കഥയാട്ടോ. ഗൗരിയുടെയും ശങ്കറിന്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നല്ല അടിപൊളി കഥയാണ്. ഇപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നല്ല സൂപ്പറാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആരതിനെയും നന്ദിനി അമ്മേനെയാണ്. അപ്പൊ രണ്ടുപേരും കിച്ചണിലേക്കുള്ള പച്ചക്കറികളൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേട്ട് അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. ആരായിരിക്കും ആരതി എന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഗൗരിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്യാം സാർ അങ്ങോട്ടേക്ക് വരുന്നത്. മോളെ എന്ന് വിളിച്ച് ഭയങ്കര സന്തോഷത്തില് അമ്മ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഗൗരിയുടെ ആണെങ്കിലോ ഗൗരിക്ക് ആകെ സങ്കടവും മോഹവും ഒക്കെ വല്ലാണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. മോളെ നീ എന്തിനാ കരയുന്നത്? എന്തിനാ മോളെ നീ സങ്കടപ്പെടുന്നത്? എന്ത് പറ്റിയ നിനക്ക്? ശ്യാമേട്ടാ എന്താ സംഭവിച്ചത് എന്ന് ശ്യാമിനോട് ഇങ്ങനെ ചോദിക്കണം. ശ്യാമേ, ഗൗരി മോളുടെ വിശേഷങ്ങൾ തിരക്കാനല്ലേ നീ ചാരങ്ങാട്ടേക്ക് പോയത്? എന്നിട്ട് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഗൗരി മോളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാണ്. മോളെ, ശ്യാമേട്ടൻ ഒന്നും മിണ്ടണില്ല. അവിടെ എന്താ ഉണ്ടെന്ന് നീ എങ്കിലും ഒന്ന് എന്നോട് പറ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ലമ്മേ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ആ വീട്ടിലേക്ക് കഴിഞ്ഞാല് എന്റെ ആത്മാഭിമാനം പോലും അതെനിക്ക് നഷ്ടപ്പെടുമേ. മോളെ, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അവരെന്നോട് ചെയ്തത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഗൗരി നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയാ രാധാമണിയോടും ബാക്കിയുള്ളവരോടും എല്ലാം പറയാണ്. അവളെ സത്യം ചെയ്യിക്കാൻ നിർബന്ധിച്ചത് കാര്യം. സ്വന്തം മകന്റെ ഭാര്യയോട് ഇത്രയും മനുഷ്യത്വമില്ലാതെ പെരുമാറാൻ ആ രാധാമണിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാണ് മുത്തശ്ശി സങ്കടപ്പെടുന്നത്. ചേച്ചി, ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് പോവണ്ട എന്ന് പറഞ്ഞു. ഉടനെ രാധാമണി ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ അത് ഗൗരി ചാരങ്ങാട്ടുണ്ടാവണം എന്ന് ശങ്കറിന്റെ അച്ഛൻ ആഗ്രഹിച്ചതല്ലേ എന്ന് ചോദിച്ചു നന്ദിനി. നന്ദിനി, അത് മഹാദേവന്റെ ആഗ്രഹം മാത്രമാണ്. ആ കുടുംബം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നന്ദിനി. ക്ഷമേട്ട, രാധാമണിയോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? എനിക്ക് വേണ്ടിയിട്ട് അമ്മ അവരുടെ കാല് പിടിക്കാൻ പോവാണോ എന്ന് ചോദിച്ചോ. മോളെ, ആ സ്ത്രീക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ടാ അവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരെ പറഞ്ഞ് തിരുത്തേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ മോളെ എന്ന് ചോദിച്ചോ. അമ്മ തൽക്കാലം ആരെയും തിരുത്താൻ പോകണ്ട. അവർക്ക് നമ്മളോട് ഇത്രയും ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിച്ചോ ആരതി. അതെ ആരതി, വേണ്ട എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, ഈ ചാരങ്ങാട്ടുകാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇപ്പോഴെങ്കിലും ഇവരെല്ലാവരും മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്റെ ചേച്ചി തെറ്റുകാരിയാവും. മോളെ വേണ്ട, നീ എനിക്ക് വാക്ക് തന്നതാ, ശരിയാ. ആ വാക്ക് ഞാൻ ഇപ്പൊ തൽക്കാലം തെറ്റിക്കുക. ആരതി മോളെ. ഗൗരി, ആരതി നീ എന്തിനാ തടയുന്നത് എന്ന് ചോദിച്ചു ശ്യാമ. അതിന്റെ ആവശ്യം എന്താ? നിങ്ങളെ രണ്ടുപേരും എന്തോ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണം ആരതി. ചാരങ്ങാട്ടുകാർക്ക് നമ്മളോട് ഇത്രയും ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്താ മോളെ? പറയാം. അപ്പൊ ആരതിയോട് ശേഖരന്റെ ആ പെരുമാറ്റവും ശേഖരൻ കാണിച്ച ഓരോ പെരുമാറ്റം കാരണം ലാസ്റ്റ് ആരതി അവന്റെ ചെകിടത്തടിച്ച് ആ ഒരു കാര്യവും ഒക്കെ ഇങ്ങനെ പറയണം. ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റില്ല ശ്യാമിന്. എന്റെ ഈശ്വര, ഞങ്ങൾ എന്ത് കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ശ്യാമു പറയണ, ഗൗരി, നീ പോലും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. സ്വന്തം പെങ്ങളെ പോലെ കാണേണ്ട എന്റെ മോളെ അവൻ എന്ന് പറഞ്ഞു. ശ്യാമേ, ദേ എന്റെ ഗൗരി മോളെ, ഇനി ഒരിക്കൽ പോലും ഞാൻ ചാരങ്ങേട്ടേക്ക് വിടില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി. അതെ അമ്മേ, എന്റെയും തീരുമാനം അത് തന്നെയാ എന്ന് പറഞ്ഞു. ചാരങ്ങാട്ടുകാരെ വെറും കള്ളന്മാരാ, വെറും കള്ളന്മാരം. അതുകൊണ്ട് ആ രാക്ഷസന്മാരുമായിട്ട് നമുക്കിനി ഒരു ബന്ധവും ആവശ്യമില്ല. എല്ലാം ഇന്നത്തോടെ തീർന്നു എന്ന് പറഞ്ഞ് ശ്യാമ അറുത്ത് മുറിച്ചിങ്ങ് കളയാണ് കേട്ടോ. അപ്പൊ ഗൗരിക്ക് ശരിക്കും സങ്കടമുണ്ട്. ശങ്കറിനെ ഓർത്താണ് ഗൗരിയുടെ സങ്കടം മുഴുവൻ, അല്ലാതെ മറ്റൊന്നും ഗൗരിയെ ബാധിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണിനെയും ആദർശിനെയാണ്. അപ്പൊ രണ്ടുപേരും കിടന്ന് ഉറങ്ങാണ്. ഉറങ്ങുമ്പോഴത്തേരും നമ്മുടെ ആദർശിനെ വിളിച്ചെഴുന്നേപ്പിക്കുവാണ് നമ്മുടെ വേണി. ഒന്ന് കണ്ണ് തുറക്കന്റെ ചുള്ള, ഇറുക്കി അടയ്ക്കുക അല്ലേ കണ്ണ്, ശരിയാക്കി തരാം. കണ്ണിങ്ങനെ വലിച്ചു തുറക്കാൻ നോക്കുക. വേണി, താൻ എന്താ കാണിക്കുന്നത്? കണ്ണ് വേദനിക്കും, ഞാൻ തുറക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ എന്റെ മത്താപ്പേ. പറയാനുള്ളത് മുഴുവൻ കേൾക്കാണ്ട് നിങ്ങളെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ മനുഷ്യ. ശരി, നീ പറഞ്ഞോ, ഞാൻ കേൾക്കാന്നേ. എന്താന്ന് വെച്ചാൽ നീ ധൈര്യമായിട്ട് പറ. നാളെ ആദർശേട്ടൻ ഫസ്റ്റ് ആയിട്ട് ജോലിക്ക് പോണ ദിവസല്ലേ. നമുക്കേ നാളെ
രാവിലെ ഇവിടെയുള്ള അടുത്തുള്ള അമ്പലയില് അവിടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് പോണം. എന്നിട്ട് ആദർശേട്ടന്റെ പേരില് ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യണം. ശരി, പോവാം എന്ന് പറഞ്ഞു. പുഷ്പാഞ്ജലി ചെയ്യിപ്പിക്കാം, എന്താ മതിയോ എന്ന് ചോദിച്ചോ. അത് മാത്രം പോരട്ടോ, പിന്നെ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് വേണം കേട്ടോ ഓഫീസിലേക്ക് പോവാനായിട്ട്. അത് മാത്രല്ല, എന്നിട്ട് ഓഫീസിലെ എല്ലാവരെ കൊണ്ടും ആദർശേട്ടൻ നല്ലത് മാത്രം പറയിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ ആദർശേട്ടന്? എല്ലാവർക്കും ആദർശേട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരിക്കണം. അതുകൊണ്ട് ഒരു കാര്യം പറയാട്ടോ, പിന്നെ ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു കയ്യകലൊക്കെ വേണം കേട്ടോ. പറഞ്ഞെന്ന് മനസ്സിലായോ? കഴിഞ്ഞോ? ഇല്ലില്ല, കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയുണ്ട് പറയാൻ എന്ന് പറഞ്ഞു. അതെ, ആദർശേട്ടന്റെ ജോലിയിലുള്ള മിടുക്ക് കണ്ടിട്ട് അവരെന്റെ മത്താപ്പിന് പെട്ടെന്ന് പ്രമോഷൻ തരണം. മനസ്സിലാവുണ്ടോ? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മത്താപ്പേ. മറ്റൊന്നല്ല കേട്ടോ, നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാരോടെ നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല കേട്ടോ. എല്ലാ ദിവസവും അവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണം. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കണം. പിന്നെ ഒന്ന് ചിരിച്ച് കാണിക്കണം കേട്ടോ. അങ്ങനെ വേണം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേ അവർക്കൊക്കെ ഭയങ്കര സന്തോഷാവുന്നേ. അങ്ങനെയൊക്കെ ചെയ്യണോ കേട്ടോ ആദർശേട്ടാ. അപ്പൊ ആദർശിതേണ്ട ഉറങ്ങി. ഞാനിത് ആരോടാ ഈ പറയണത്? എന്റെ ദൈവം, എനിക്ക് വയ്യ ഈ മത്താപ്പിന്റെ കാര്യം. പിന്നെ ദേ ഓഫീസില് സുന്ദരിമാരായ പെമ്പിള്ളേരൊക്കെ കാണൂട്ടോ. അപ്പം ദേ ആ രഞ്ജുവിന്റെ അടുത്ത് ചെന്ന് പെട്ടതുപോലെ ആർക്കും തലയൊന്ന് കൊണ്ട് വെച്ച് കൊടുത്തേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ നമ്മുടെ വേണി ഭയങ്കര സന്തോഷത്തിലാട്ടോ. വേണി ഇങ്ങനെ ആദർശനം കെട്ടിപ്പിടിച്ച് കിടക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നന്ദിനി അമ്മയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. രാധാമണിയാണല്ലോ. ഈ കോൾ എടുക്കണ്ട, ഇനിയിപ്പോ ശങ്കർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ? അപ്പൊ വേഗം ആവേശത്തിൽ ഫോൺ എടുത്തു പോയി നന്ദിനി അമ്മ. രാധാമണി, വെറും രാധാമണിയല്ല, രാധാമണി തങ്കച്ചി. ശങ്കറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്റെ മോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അത് ഞാൻ എന്തിനാ നിങ്ങളെ വിളിച്ചു പറയണം എന്നായിരുന്നു അടുത്ത ചോദ്യം. അതെ, ഇവിടെ നിർത്തി ബാഗും തൂക്കി ഇറങ്ങിപ്പോയിരുന്നു. അവിടെ അവളങ്ങ് എത്തിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അതോ വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോയോള്? രാധാമണി, എന്നെ മോളെ കുറിച്ച് അനാവശ്യം നീ പറയരുത്. അപ്പൊ ഞാൻ എന്റെ മോളെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. അവളെ വളർത്തിയതിന്റെ വിശേഷങ്ങളൊന്നും പറയരുതേ. എന്നെ മോൻ നാട് വിട്ടു പോവാൻ കാരണക്കാരി ആരാ? നിങ്ങളുടെ മോള്. അത് മാത്രം, അവള് മാത്രം. സിംഹത്തെ പോലെ ജീവിച്ച എന്റെ ഭർത്താവ് ചാരങ്ങാട്ട് മഹാദേവൻ ഇപ്പൊ ജയിലില്ല. ആര് കാരണമാ? ഇതിന്റെ ഒന്നും കാരണക്കാരി എന്റെ മോളല്ല, നിങ്ങളുടെ മോള് തന്നെയാ എന്ന് പറഞ്ഞു. അവൾ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. അവളും അവളുടെ വയറ്റിലുള്ള ആ പിഴച്ച കുഞ്ഞുവാ എന്റെ കുടുംബം മുഴുവൻ തകർത്തത്. രാധാമണി, ഈ രീതിയിൽ മേലിൽ എന്നോട് സംസാരിക്കരുത്. ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കാം. എങ്കിൽ തിരിച്ച് നിങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വരും. ആഹാ, ഇത് കൊള്ളാലോ. ഒരു പരട്ട പ്രൊഫസറുടെ ഭാര്യയ്ക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്ന് ചോദിച്ചു. നിങ്ങള് രാധാമണി തങ്കച്ചിയെ വെല്ലുവിളിക്കാണോ? അപ്പൊ വേഗം തന്നെ നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് കരുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്തും സഹിക്കുന്ന അടിമകളാണെന്നാണോ രാധാമണി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ ഗൗരിയോടും ആരതിയോടും ചെയ്ത ക്രൂരതകളൊക്കെ ഞങ്ങൾ സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ ഇന്നലെ വരെ ഉണ്ടായതൊക്കെ ഞങ്ങൾ അങ്ങ് മറന്നു. അതിനു വേണ്ടിയിട്ട് ഇനി ഞങ്ങൾക്കേറ്റ മുറിവിൽ കുത്തി നോവിക്കാൻ ശ്രമിച്ചാൽ രാധാമണി തങ്കച്ചി നിങ്ങൾ വിവരം അറിയും കേട്ടോ. മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്റെ മോളെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. അവളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കണം എന്നില്ല. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ദേ നോക്ക്, എന്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും ഞങ്ങൾ നോക്കിക്കോളാം. ഒരു കാര്യത്തിനും അല്ലെങ്കിൽ നിങ്ങളെ ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ അങ്ങോട്ടേക്ക് വരികയും ഇല്ല. പ്രൊഫസറുടെ ഭാര്യയെ ഒരു കാര്യം ശരിക്കും അങ്ങോട്ട് കേട്ടോ എന്ന് പറഞ്ഞു രാധാമണി. നിങ്ങളുടെ മകളുണ്ടല്ലോ ആ ഗൗരി, അവളുടെ കാര്യമേ, അവള് ആ പിഴച്ചുണ്ടായ കുഞ്ഞിനെ പ്രസവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാധാമണിക്ക് ഭയങ്കര ഇതിലാണ്. ആ കുഞ്ഞ് ചാരങ്ങട്ടെ അനന്തരാവകാശി ഒരിക്കലും ആവുന്നില്ല. എന്റെ മകൻ ശങ്കർ മഹാദേവൻ അല്ല ആ കുഞ്ഞിന്റെ അച്ഛൻ. മനസ്സിലായോ? പിന്നെ ഈ രാധാമണി തങ്കച്ചി നിങ്ങളെ വെല്ലുവിളിക്കാം. എന്തു വില കൊടുത്തും ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിക്കും. വേണ്ടി വന്നാൽ അതിന് നിങ്ങളുടെ മകളുടെ ജീവൻ എടുക്കേണ്ടി വന്നാൽ പോലും അതും ഞാൻ ചെയ്യും. മനസ്സിലായോ എന്ന് ചോദിച്ചു രാധ.
അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദിനിയമ്മ ആളാകെ പേടിച്ചു പോയി. എന്നിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അയ്യോ എന്ന് പറഞ്ഞ നമ്മുടെ നന്ദിനിയമ്മ വിഷമിക്കാണ്. എന്താ, എന്തിനാ നീ കരയുന്ന നന്ദിനി എന്ന് ചോദിച്ചു. അതെ ശ്യാമേട്ട അവര് നമ്മുടെ കുഞ്ഞിനെയും നമ്മുടെ മോളെയും കൊല്ലൂന്നാ പറയണത്. നീ എന്ത് ഈ പറയുന്നത്, കാര്യം പറയണത്? അതെ, ആ രാധാമണി അവള് പറയാ നമ്മുടെ ഗൗരി ആ കുഞ്ഞിനെ പ്രസവിക്കാൻ സമ്മതിക്കില്ലെന്ന്. അച്ഛാ, അവര് പറഞ്ഞതുപോലെ ചെയ്യും. അവരെന്തോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആരതയും പറയാം. എന്റെ ശ്രീകണ്ഠേശ്വര, എന്റെ കുഞ്ഞിന് ഒരു മനസമാധാനം കൊടുക്കില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ എല്ലാവരും പാനിക് ആവാതെ ശ്യാമേട്ട, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. ഗൗരിക്കും കുഞ്ഞിനും ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ശ്യാമേ, ഗൗരി മോളെ നമുക്ക് തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറ്റിയാലോ എന്ന് ചോദിച്ചു. അച്ഛാ, അത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞു. ചേച്ചിയെ നമുക്ക് ബാംഗ്ലൂർക്ക് അയക്കാം എന്ന് പറഞ്ഞു. അതെ ശ്യാമേ, നീ എത്രയും വേഗം ബാംഗ്ലൂരുള്ള നമ്മുടെ രമേനെ വിളിക്ക്. അവളോട് നീ അവളെയും കൂട്ടി നേരെ അങ്ങ് ബാംഗ്ലൂരിലേക്ക് വരികയാണെന്നും നീ പറയണം. ശരി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ ഇന്ന് തന്നെ ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാം. പിന്നെ അമ്മയും നന്ദിനിയും ആരതിയും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ചാരങ്ങാട്ടുകാര് ഗൗരിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാനോ ഉപദ്രവിക്കാനോ ഒക്കെ ചിലപ്പോ ഗുണ്ടകളെയൊക്കെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. അവരെത്ര ചോദിച്ചാലും ഉപദ്രവിച്ചാൽ പോലും ഗൗരി ബാംഗ്ലൂരുള്ള കാര്യം നിങ്ങൾ ആരും പറഞ്ഞേക്കരുത്. അതെങ്ങനെയാ ശ്യാമേട്ട, ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങളത് പറയൂ ശ്യാമേട്ട എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് ഗൗരി അപ്പുറത്ത് നിൽപ്പുണ്ട്. ഗൗരിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്റെ ഈശ്വര, ഇതിനൊക്കെ കാരണക്കാരി ഞാനല്ലേ? എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടല്ലേ എന്റെ അച്ഛനും അമ്മയും ഇത്രയും അധികം വേദനിക്കുന്നത്? എന്റെ ഈശ്വര, ഞാൻ എങ്ങനെ സഹിക്കും? അപ്പൊ ഗൗരി ബോൾഡായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണീനെയാണ്. വേണി പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് നടക്കുക. പച്ചക്കറിക്കൊക്കെ എന്താ വില! എന്തോ ഒരു ചൂടല്ലേ! എന്നാ ഒരു ഓട്ടോറിക്ഷ പിടിച്ചങ്ങ് പോയാലോ? വേണ്ട, 50 രൂപ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ 5 കിലോ അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങാം, അത് മതി എന്ന് പറഞ്ഞ വേണി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഞെട്ടിപ്പോയി. നമ്മുടെ ആദർശ് അവിടെ നിൽക്കുന്നു. അത് പെട്രോൾ പമ്പില് പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ജോലിയാണ് കേട്ടോ. ഇത് കണ്ട് വേണിക്ക് ആകെ സങ്കടമായി. വേണി ഒന്ന് എത്തി നോക്കി. അപ്പൊ ആദർശിനെ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ആളൊന്നും മിണ്ടിയില്ല. ആള് കരഞ്ഞു കൂവി നേരെ വീട്ടിലേക്ക് പോരുവാണ്. ആദർശ് വീട്ടിലേക്ക് വന്നിട്ട് ആള് തള്ളി മറിക്കാണ് കേട്ടോ. അതെ, ഞാന് ആ ഓഫീസിൽ എന്ത് രസമായിരുന്നറിയോ? ഓഫീസറെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തോ. അതെ, ചിലർക്കൊക്കെ അസൂയ നന്നായിട്ട് കാണും കേട്ടോ. പിന്നെ സിഇഒക്ക് എന്നെ കുറിച്ച് ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ വേണി. ഇന്നലെ തന്നെ എന്റെ ക്യാബില് AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് വലിയ കാര്യമൊന്നും ആക്കിയില്ല കേട്ടോ. പുള്ളി അത് എങ്ങനെയോ മണത്തറിഞ്ഞു. എന്നിട്ടുണ്ടല്ലോ 10 മിനിറ്റുള്ളിൽ എന്റെ ക്യാബില് പുതിയ AC വരെ കൊണ്ടുവച്ചു വേണി. അപ്പൊ വേണിക്ക് കാര്യമൊക്കെ അറിയാം. ആദർശ് കള്ളം പറയുവാണെന്ന്. സത്യം പറയാലോ വേണി, ബാങ്കിലെ ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് കുറച്ച് നിരാശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആട്ടോ വേണി. സാധാരണ IT ഫീൽഡിലുള്ള ഇവിടെ യാതൊരു സ്ട്രെയിനും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ, ഒരു ഭയങ്കര കഥയാ എന്ന് പറഞ്ഞു. അപ്പൊ വേണി വേഗം എഴുന്നേറ്റ് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ പോവാണ്. വേണി നീ പോവല്ലേ, നീ ഇതൂടെ ഒന്ന് കേൾക്കാൻ. ഭയങ്കര സംഭവം വേണി, എനിക്ക് അടുക്കളയിൽ കുറച്ച് നല്ല പണിയുണ്ട്, കഥ ഞാൻ പിന്നെ കേൾക്കാം ആദർശേട്ടാ എന്ന് പറഞ്ഞു. വേണി അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് വേണി കരയാണ് കേട്ടോ. ശരിക്കും ആദർശിന് സങ്കടമുണ്ട്. ആദർശ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണാം നമ്മുടെ ആരതിനെയാണ്. അപ്പൊ ആരതി ഇങ്ങനെ വരുമ്പോഴാണ് മണ്ടയിലേക്ക് കയറി വന്നപ്പം അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നു. അപ്പൊ അത് വായിച്ചു നോക്കുകയാണ്. വായിച്ചു നോക്കിയിട്ട് അച്ഛാ അമ്മേ ഒന്ന് ഓടി വന്നേ എന്ന് പറഞ്ഞു. എന്തിനാ മോളെ നീ കരയണത്? ഇത് നോക്ക് എന്ന് പറഞ്ഞ ആ ലെറ്റർ ശ്യാമിന്റെയും നന്ദനയുടെയും കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയുണ്ട്. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. മുത്തശ്ശിയും വന്നോ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെയും എന്റെ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ ആര് വേദനിക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാൻ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാല് ചാരങ്ങാട്ടുകാര് എന്റെ കുടുംബത്തെ ഉപദ്രവിക്കും. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇനി അങ്ങോട്ടുള്ള ജീവിതം തനിച്ച് ജീവിക്കാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചത്. എന്റെ ശങ്കർ എന്നെങ്കിലും തിരിച്ചു വരും. എത്ര കാലം വേണമെങ്കിലും എന്റെ ശങ്കറിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അതുകൊണ്ട് ആരും എന്നെ അന്വേഷിച്ചു വരരുത്. ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ചാരങ്ങാട്ടുകാരുടെ മുന്നില് ഞാനും എന്റെ കുഞ്ഞും ജീവിച്ച് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അച്ഛാ
എനിക്ക് എൻ്റെ അച്ഛനെ ഒരുപാട് ഒരുപാട് ഇഷ്ടാ. ഇപ്പൊ എനിക്ക് ഇതാ ശരി. അച്ഛന്റെ ഗൗരിയെ വെറുക്കല്ലേ അച്ഛ എന്ന് മാത്രമാണ് ആ ലെറ്ററിൽ ഇത്രയും എഴുതി വെച്ചിട്ടാണ് ഗൗരി പോയിരിക്കണത്. ശ്യാമേട്ട, നമ്മുടെ മോള് ഗൗരി അത് പോവാനായിട്ട് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് അനാഥ പറയുന്നത് പോലെ ഇരിക്കുകയാണ്. എന്നെ വണക്കുന്നതാ, എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എൻ്റെ ശങ്കർ കൂടെയില്ല. എൻ്റെ വടക്കുനാഥനെങ്കിലും എൻ്റെ കൂടെ ഒന്ന് നിൽക്കണേ. അപ്പൊ ഇങ്ങനെ ഗൗരി ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് 3 അതിഥികൾ ഗൗരിയെ തേടി എത്തുന്നത്. മറ്റാരുമല്ല, നമ്മുടെ പ്രീതിയും മെഹറവും നന്ദനയും. അപ്പൊ ഇവരെ കണ്ട് ഞെട്ടി കേട്ടോ. ആഹാ, നിങ്ങൾ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പം അവരൊന്നിങ്ങനെ പതുങ്ങി നിന്നിട്ട് നമ്മൾ തമ്മില് ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ജീവിതമാണ് ഇപ്പൊ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാനം എന്താണെന്നും ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വീഴില്ല. എന്നെ വീഴ്ത്താൻ ഒരാളെ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി പോവാലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഗൗരിയെ അങ്ങനെ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ തമ്മില് പഴയ ചില കണക്കുകൾ ബാക്കിയില്ലേ? കണക്കുകളോ? അതൊക്കെ ഗൗരി മറന്നാലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഗൗരി എന്ന് പറഞ്ഞു. ഗൗരി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഗൗരി മറന്നാലും ഞങ്ങൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഗൗരിക്ക് പെട്ടെന്ന് ഗൗരി പുറകോട്ട് ചിന്തിക്കുകയാണ്. അപ്പൊ അവിടെ ഉള്ള ഒരു ചേച്ചി, ആ ചേച്ചിയുടെ കഥ ഇങ്ങനെ പറയാണ്. അറിഞ്ഞോണ്ട് ചെയ്തല്ല മോളെ, അങ്ങേരെ എന്റെ നേരെ വാക്കത്തി വിഷയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചൊന്ന് തള്ളി. പക്ഷേങ്കില് എന്റെ കഷ്ടകാലത്തില് അങ്ങേര് പോയി വീണത് തേങ്ങ പൊതിക്കാൻ വെച്ച പാരയുടെ മുകളിലേക്കാ. ചേച്ചി പേടിക്കണ്ട, ഇത് സെൽഫ് ഡിഫൻസ് ആണ്. എന്ന് വെച്ചാ എന്താ മോളെ? അതെ ചേച്ചി, നമ്മള് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. പ്രാണരക്ഷാർത്ഥം ചേച്ചി ചെയ്തതാണ്. കോടതിയിൽ അത് തെളിയിക്കണം. അതെങ്ങനെയാ മോളെ തെളിയിക്കുക, കോടതിയിൽ തെളിയിക്കുന്നത് എന്ന് ചോദിച്ചോ. ഈ സംഭവം നടക്കുമ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും അമ്മ ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെയുടെ അമ്മയാ, പക്ഷെ സ്നേഹം എന്നോട് തന്നെയാ. ആ അമ്മ ചേച്ചിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുവോ? ആ പറയും. എങ്കിൽ ചേച്ചി ഈ കേസ് ജയിച്ചിരിക്കും. സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ചേച്ചിയെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ാണോ മോളെ എന്ന് ചോദിച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായി. എനിക്ക് കൊച്ചുങ്ങളുള്ളതാ, അവർക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂ. ചേച്ചി രക്ഷപ്പെടും. ഞാനല്ലേ ഈ പറയണത്. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ കേസ് വാദിക്കാൻ വക്കീലിനോട് പറയണം. ശരി, പറയാം മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി. അപ്പൊ പോവാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗരിയെ വിളിച്ചിട്ട് മോളെ എന്നാ എന്ന് പറഞ്ഞു ഈ അരക്കുത്തില് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരു പച്ചമാങ്ങ കേട്ടോ, ഇതിന്റെ വക്കീൽ ഫീസ് ആട്ടോ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പൊ അത് വാങ്ങി ഗൗരി ഭയങ്കര സന്തോഷത്തോടെ ഇത് വാങ്ങിച്ച് ചിരിച്ചു കളിച്ച് പോകുന്നതാണ് കാണുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് മറ്റൊരു 3 പേര് അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ പ്രീതിയും നന്ദനയും മെഹറും. അപ്പൊ ഇവരെ 3 പേര് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ല കിട്ടിലാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.